ഏവർക്കും നമസ്കാരം. ഞാൻ ജോമോൻ ആലക്കുഴ. ഇന്നലെ വൈകുന്നേരം മുതൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി നിറഞ്ഞ പോസ്റ്റുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എറണാകുളത്തെ ചുണക്കുട്ടികൾക്ക് അഭിവാദ്യങ്ങൾ. അതിന്റെ കാരണത്തിലേക്ക് വിരൽ ചൂണ്ടിയാൽ കേരളത്തിലെ പ്രമുഖ മാധ്യമമായ മനോരമ ന്യൂസ് അത് വാർത്തയാക്കി പുറത്തുവിട്ടിരുന്നു. നമ്മളെല്ലാവരും അത് കണ്ടതുമാണ്. അതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ചില വസ്തുതകൾ പരിശോധിക്കാതെ പോകുന്നത്, ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് ഉചിതമല്ല. ആരാണ് ഈ ചുണക്കുട്ടികൾ? എന്തിനു വേണ്ടിയായിരുന്നു അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചത്? സീറോ മലബാർ സഭയുടെ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി പാലായിൽ 2 ദിവസങ്ങളായി അതിശക്തമായി പുരോഗമിക്കുകയാണ്. ഇന്നലെ അവിടെ നടന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിരുന്നു സഭയുടെ കർദിനാൾ എമിരിറ്റസ് ജോർജ് ആലഞ്ചേരി പിതാവിനെ ആദരിക്കുന്ന ചടങ്ങിൽ നിന്ന് 7 പേർ, അസംബ്ലിയിൽ പങ്കെടുക്കുന്ന 7 പേർ അവിടെ നിന്ന് ഒരു പ്രതിഷേധ കുറിപ്പ് മേജർ ആർച്ച് ബിഷപ്പിന് കൈമാറിക്കൊണ്ട് സഭയിൽ നിന്ന് വാക്കൗട്ട് നടത്തിയിരിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയെ പ്രതിനിധീകരിച്ച് അവിടെ അസംബ്ലിയിൽ എത്തിപ്പെട്ട 7 പേർ, അവരാരൊക്കെയാണ്? എന്താണ് അവരുടെ സ്വഭാവ ഗുണങ്ങൾ? സഭയ്ക്ക് വേണ്ടി അവർ എന്തു ചെയ്തു? സഭയെ ദ്രോഹിക്കാനായി അവർ എന്തു ചെയ്തു എന്ന കാര്യം പുനഃപരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അവർ എങ്ങനെയാണ് സീറോ മലബാർ സഭയുടെ അസംബ്ലിയിൽ എത്തിപ്പെട്ടത്? ഇവിടെ ആലഞ്ചേരി പിതാവിനെതിരെ അധിക്ഷേപം നടത്തി പ്രതിഷേധിച്ച് പിതാവിനെ അപമാനിച്ച് അവർ അവിടെ ആ ഒരു സമയത്ത് വാക്കൗട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇത് നാളുകൾക്ക് മുമ്പെയുള്ള എറണാകുളം അങ്കമാലി അതിരൂപതക്കാരുടെ, അൽമായ മുന്നേറ്റക്കാരുടെ, എറണാകുളത്തെ സഭാധികാരികളായ വൈദികരുടെ, അല്ലെങ്കിൽ ഇവരെ പിന്നിൽ നിന്ന് പിന്തുണയ്ക്കുന്ന സിനഡിലെ ചില പിതാക്കന്മാരുടെ കൈകൾ കൂടിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ മേജർ ആർച്ച് ബിഷപ്പിന് അത് നിഷേധിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. എന്തുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പിന്റെ കയ്യിൽ ഈ പ്രതിഷേധ കുറിപ്പ് അവർ കൊടുത്തിട്ടും മേജർ ആർച്ച് ബിഷപ്പ് അത് പുറത്തുവിടുകയോ, ഈ വാക്കൗട്ട് നടത്തുന്നതിന് മുമ്പേ അത് പുറത്തുവിടുകയോ അവരെ സഭയിൽ നിന്ന് മാറ്റുകയോ ചെയ്തില്ല? എന്തുകൊണ്ട് അത് ചെയ്തില്ല എങ്കിൽ ഇവിടെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവും കുറ്റക്കാരനാണ് എന്ന് സ്ഥാപിക്കേണ്ടി വരും. രണ്ടാമത്തെ വസ്തുതയിലേക്ക് പോയാൽ, മനഃപൂർവ്വം ആലഞ്ചേരി പിതാവിനെ കരിവാരി തേക്കുവാനും അസംബ്ലി അലങ്കോലപ്പെടുത്തുവാനും മനഃപൂർവ്വം തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമാണ് 7 അഭിനേതാക്കൾ പാലാ അസംബ്ലിയിൽ എത്തിപ്പെട്ടത്. എന്റെ ചോദ്യം, ഇവിടുത്തെ സംഘാടകർ എവിടെയായിരുന്നു? സിനഡ് പിതാക്കന്മാർ എവിടെയായിരുന്നു? അസംബ്ലിയിൽ പങ്കെടുക്കുന്ന മറ്റ് 34 രൂപതകളിലെ പ്രതിനിധികൾ ഇതറിഞ്ഞില്ലേ? അവിടെ ഒരു അൽമായ ഫോറം സെക്രട്ടറി ഉണ്ട്. നിരവധി പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നാളുകളായി സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നതാണ്. എവിടെ പോയി അൽമായ ഫോറം സെക്രട്ടറി? കത്തോലിക്ക കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്, ഇടവക രൂപത പ്രതിനിധികളുണ്ട്, വിവിധ സംഘടനാ നേതാക്കളുണ്ട്. സഭയുടെ കർദിനാളിനെ, സഭയെ ഈ കഴിഞ്ഞ കാലം അത്രയും കൊണ്ട് ഉത്തുംഗ ശൃംഗങ്ങളിൽ എത്തിച്ച ഒരു കർദിനാളിനെ അപമാനിച്ചിട്ട് എന്തുകൊണ്ട് ഈ സമയം വരെ അവരെ പുറത്താക്കിയിട്ടില്ല? ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി ഇന്ന് തുടരുന്നുണ്ട് എങ്കിൽ ഈ 7 പേരെ അസംബ്ലിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം വേണം സഭ തുടരാനായിട്ട്. അതുമല്ലെങ്കിൽ ആ 7 പേർ പൊതു സ്റ്റേജിൽ വന്ന് പരസ്യമായിട്ട് ആലഞ്ചേരി പിതാവിനോട് മാപ്പ് പറയാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവരെ ഒരു കാരണവശാലും അസംബ്ലിയിൽ വച്ചുകൊണ്ടിരിക്കാൻ പാടുള്ളതല്ല. അവർ ആലഞ്ചേരി പിതാവിനെ അപമാനിച്ചത് വഴി സീറോ മലബാർ സഭയിലെ 65 ലക്ഷം വിശ്വാസികളുടെ മനസ്സിലാണ് മുറിവേൽപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷത്തോളമായി ആലഞ്ചേരി പിതാവ് ചാർജ് എടുത്ത് കുറച്ച് നാളുകൾക്ക് ശേഷം വ്യക്തിപരമായി എല്ലാ രീതിയിലും പിതാവിനെതിരെ ആക്രമണം തുടങ്ങിയിട്ട്, പിതാവിനെതിരെയുള്ള ആക്രമണത്തിന്റെ അധിക്ഷേപിക്കലിന്റെ പിന്നാമ്പുറ വശങ്ങളിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തു തുടങ്ങി. അധികം വൈകാതെ എറണാകുളം അങ്കമാലി അതിരൂപതയിലും സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാർ ചിലരും ആലഞ്ചേരി പിതാവിനെ വ്യക്തിപരമായി ദ്രോഹിക്കാനായി കൂട്ടുനിന്നതിന്റെ ചതികളുടെ കള്ളക്കഥകൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. അതോടുകൂടി എറണാകുളത്തെ ഇവരുടെ തോന്നിവാസങ്ങൾക്കും സഭാധികാരങ്ങൾക്കും പരിപൂർണമായിട്ട് അറുതി വരുത്തും. അതുകൊണ്ട് ഇവിടെ പിതാവിനെതിരെ അധിക്ഷേപങ്ങൾ നടത്തി അപമാനിച്ചവർക്കെതിരെ നടപടി ഉണ്ടാവണം. അവരെ സഭയിൽ വയ്ക്കുവാൻ പാടില്ല. ഒന്നാമത്തെ വസ്തുത പരിശോധിച്ചാൽ ഒരു കാരണവശാലും ഈ 7 പേർക്ക് ഈ അസംബ്ലിയിൽ പങ്കെടുക്കാനുള്ള യോഗ്യത എന്താണ്? പിതാവിന്റെ കോലം കത്തിച്ചവർ, സർക്കുലറുകൾ കത്തിച്ചവർ, കാർക്കിച്ചു തുപ്പിയവർ, സോഷ്യൽ മീഡിയ വഴി സഭയെ മുഴുവൻ അപമാനിക്കുന്നവർ,
ഇവരാണോ ഒരു സഭയുടെ അസംബ്ലിയിൽ പങ്കെടുത്ത് അഭിപ്രായങ്ങൾ പറയേണ്ടവർ? അവർ ഒരു നിമിഷം പോലും ആ സഭയിൽ ഉണ്ടാകാൻ പാടില്ല. മേജർ ആർച്ച് ബിഷപ്പ് തട്ടിപ്പിതാവിനും പുത്തൂർ പിതാവിനും പോളി കണ്ണൂക്കാടൻ പിതാവിനും ഇടയന്തരത്ത് പിതാവിനും വാണിയപ്പുറയ്ക്ക് പിതാവിനും ഇവിടെ നിന്ന് അവരെ പറഞ്ഞയച്ച ചാൻസലർ കല്ലിങ്കലച്ചനും ഇതൊന്നും അറിയാൻ പാടില്ലാത്ത വസ്തുതയാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ അംഗീകരിച്ചു തരാൻ സീറോ മലബാർ സഭയിലെ വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് അവസാനമായി പറഞ്ഞുകൊണ്ടും ആലഞ്ചേരി പിതാവിനോട് ഇനിയെങ്കിലും നിങ്ങൾ കാണിക്കേണ്ട നീതി, ഏതെങ്കിലും സ്റ്റേജ് കിട്ടുമ്പോൾ, ഏതെങ്കിലും ഡയസ് കിട്ടുമ്പോൾ മൈക്കിന്റെ മുമ്പിൽ നിന്ന് ആലഞ്ചേരി പിതാവ് ചെയ്ത നന്മകൾ പറഞ്ഞ് ആഘോഷിക്കുകയും പ്രവർത്തികൾ കൊണ്ട് ആലഞ്ചേരി പിതാവിനെ നിന്ദിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളാണ് സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും സിനഡിലെ ചില മെത്രാമാരും ചെയ്യുന്നത് എന്ന ഓർമ്മപ്പെടുത്തലോടെ നിർത്തുന്നു. നന്ദി. എറണാകുളം അങ്കമാലി അതിരൂപതയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഈ അപസ്വരങ്ങളെ, ഈ സഭാധിക്കാരികളെ ഇന്ന് പരിചയപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ആരൊക്കെയാണ് ഇവർ? എറണാകുളം അങ്കമാലി അതിരൂപത അംഗങ്ങളായി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയവർക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയോടുള്ള എതിർപ്പ് തന്നെയാണ് ഈ ഒരു സംഭവത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാർ ജോർജ് ആലഞ്ചേരിയെ ആദരിക്കുന്ന ഒരു പ്രത്യേക ചടങ്ങ് വെച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നെത്തിയ 7 വിശ്വാസികൾ വാക്കൌട്ട് നടത്തിയത്. എറണാകുളം അങ്കമാലിയിൽ നിന്ന് അതിരൂപതയിൽ പങ്കെടുക്കുന്ന മുഴുവൻ പ്രതിനിധികളും ഒപ്പിട്ട ഒരു മുൻകൂർ നോട്ടീസ് മേജർ ആർച്ച് ബിഷപ്പിന് കൈമാറിയ ശേഷമായിരുന്നു ഈ പ്രതിഷേധം. ഏതായാലും അസംബ്ലിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി വരുന്നു. 7 പ്രതിനിധികളും കൂടി ഒപ്പിട്ട ഒരു മുൻകൂർ നോട്ടീസാണ് കർദിനാൾക്ക് നൽകിയിരുന്നത്. ജിസ്മോൻ, ബോബി ജോൺ, ജോഷി സേവ്യർ, ബിനു ജോൺ, കറിയ ആന്റണി, ജെയ്നി സാമ്രാജ്, സൈറ മാത്യു എന്നിങ്ങനെ 7 പേരാണ് ഒപ്പിട്ട് നൽകിയതിനു ശേഷം വാക്കൌട്ട് നടത്തിയിരിക്കുന്നത്. സകലരും 10 വർഷമായിട്ട് സഭയെ അപമാനിച്ചവർ, ഇവർക്ക് എന്ത് യോഗ്യതയാണ് RP എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ? ആലഞ്ചേരി പിതാവിനെ ഇവർ അപമാനിച്ചപ്പോൾ കർത്താവായിട്ട് കൊണ്ടുതന്ന ഏറ്റവും വലിയൊരു കാര്യം, മേജർ ആർച്ച് ബിഷപ്പിന് ഇവർ കത്ത് കൊടുക്കുമ്പോൾ ആ കത്തിൽ ഇവർ അഭിസംബോധന ചെയ്തിരിക്കുന്നു കർദിനാൾ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു രൂപതയെ പ്രതിനിധീകരിച്ച് അസംബ്ലിയിൽ പങ്കെടുക്കുന്ന 7 വിവരദോഷികൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല സഭയുടെ കർദിനാൾ ആരാണ്, സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ആരാണ്. ഇതുപോലത്തെ കിഴങ്ങന്മാരുണ്ടോ ഇവിടെ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളാനായിട്ട്? എന്നിട്ട് ആ ലെറ്ററും പിടിച്ച് അൽമായ മുന്നേറ്റക്കാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പോസ്റ്റ് ഇട്ട ഷൈജു ആന്റണി എന്ന് പറയുന്നവനും അത് പോസ്റ്റ് ചെയ്ത അൽമായ മുന്നേറ്റം ഗുണ്ടകളും ഈ സമൂഹത്തിലെ ആസ്ഥാന കിഴങ്ങന്മാർ. ഇവര് പ്രതിഷേധിച്ചിട്ടും ആ വാർത്ത പുറത്തുവിട്ടത് മനോരമ ചാനലാണ്. എന്തുകൊണ്ട് ഈ സമയം വരെ അങ്ങനെ ഒരു കാര്യം പാലായിൽ നടന്നിട്ടില്ല എങ്കിൽ മനോരമ ന്യൂസ് ആ വാർത്ത പിൻവലിച്ചിട്ടില്ല, തെറ്റുപറ്റി എന്ന് മാപ്പ് പറഞ്ഞിട്ടില്ല? അപ്പോൾ പാലായിൽ അങ്ങനെ ഒരു അധിക്ഷേപം നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്നലെ റാഫേൽ തട്ടിൽ പിതാവിന്റെ പ്രസംഗവും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് PR വടക്കേക്കറിയച്ചൻ ഒരു പ്രസ്താവന ഇറക്കി. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ മുമ്പ് വരേണ്ട പ്രസ്താവന അവിടെ നടന്ന ആലഞ്ചേരി പിതാവിനെ അപമാനിച്ചതിനെ അപലപിച്ചുകൊണ്ട് ആകണമായിരുന്നു. എന്തുകൊണ്ട് വടക്കേക്കരയ്ക്കും ചാൻസലർക്കും സഭാ നേതൃത്വത്തിനും ഈ സമയം വരെ അത് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ അവർ കൂടി ഇതിൽ പങ്കുകാരാണ്. പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്ത തികച്ചും വസ്തുതാ വിരുദ്ധമാണ് എന്ന് എന്തുകൊണ്ട് ഒരു വിശദീകരണ കുറിപ്പ് ഇറക്കിയിട്ടില്ല?